മൂന്നാം തവണ മന്ത്രിയാകുന്ന കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. വാളകത്തെ തറവാട്ട് വീട്ടിൽ നിന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. അമ്മയ്ക്ക് ബലിയർപ്പിക്കുകയും പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. നിരവധി പ്രവർത്തകരും നാട്ടുകാരും നിയുക്ത മന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. വാളകത്തെ കീഴൂട്ട് വീട്ടിലേക്ക് ഒരു തവണ കൂടി മന്ത്രിസ്ഥാനം. ബാലകൃഷ്ണയ്ക്ക് പിന്നാലെ മകൻ ഗണേഷ് കുമാർ മൂന്നാം തവണ മന്ത്രിയാകുന്നു. അമ്മയുടെ ആണ്ട് ദിവസമായ ഇന്ന് ബലിയർപ്പിച്ച ശേഷമായിരുന്നു ഗണേഷ് കുമാർ മറ്റ് പ്രവർത്തികളിലേക്ക് കടന്നത്. പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ഭാര്യയും സഹോദരിയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു. രണ്ട് തവണ UDF മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗണേഷിന് LDF മന്ത്രിസഭയിൽ ഇത് ആദ്യ അവസരം. ഗതാഗത വകുപ്പ് ഉറപ്പിച്ച ഗണേഷ് മറ്റേത് വകുപ്പ് കൂടി കിട്ടിയാലും സന്തോഷമെന്ന് പ്രതികരിച്ചു. ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നു. അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന ഗണേഷ് കുമാർ 3-ാം തീയതി വരെ മണ്ഡലത്തിലുണ്ടാകും. തങ്ങളുടെ MLA വീണ്ടും മന്ത്രിയാകുന്നതിന്റെ ആവേശത്തിലാണ് പത്തനാപുരത്തുകാരും. മീഡിയ 1 കൊല്ലം. മന്ത്രിസ്ഥാനം രാഷ്ട്രീയ യാത്രയിൽ ലഭിച്ച അംഗീകാരമാണ് എന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഏത് വകുപ്പായാലും നീതി പുലർത്തും. വിഴിഞ്ഞം തുറമുഖത്തിൽ സാധ്യമായതെല്ലാം ചെയ്തു. ഗവർണറുമായി ഏറ്റുമുട്ടലിന് സർക്കാർ ആഗ്രഹിച്ചിട്ടില്ലെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ മീഡിയ 1 പറഞ്ഞു. ഇത് മൂന്നാമത്തെ മന്ത്രിസഭാ പ്രവേശനം. ഒരു പൊതുപ്രവർത്തനത്തിന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ഒരു പുതിയ അനുഭവവും അനുഭൂതിയാണ്. അത് പുതിയതല്ലെങ്കിലും അത് ഒരു ഘട്ടമാണ്. ആ രാഷ്ട്രീയ യാത്രയുടെ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. വകുപ്പ് തീരുമാനിക്കേണ്ടത് അതിന്റെ പരമാധികാരി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഏൽപ്പിക്കുന്ന ഏത് വകുപ്പായിരുന്നാലും ശരി, ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക, സത്യസന്ധമായി പ്രവർത്തിക്കുക. പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കുന്നതിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൊഴുത്തു മാറ്റിക്കെട്ടിയതുകൊണ്ട് ഫലമുണ്ടാകില്ല. നഷ്ടപ്പെട്ട സർക്കാരിന്റെ പ്രതിച്ഛായ പുതിയ മന്ത്രിമാർ സ്ഥാനമേറ്റാൽ തിരിച്ചു കിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും ജീവിക്കുന്നത് കാരവനിലാണ്. 1000 അടി ദൂരെ നിന്നേ മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നുള്ളൂ എന്നും ചെന്നിത്തല പരിഹസിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തൊഴുത്തു മാറ്റിക്കെട്ടിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ മുഖം നഷ്ടപ്പെട്ടു പോയൊരു ഗവൺമെൻറ്റിന് ഇനി എത്ര മിനുക്കാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല. 2 പേര് പാവങ്ങളെ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ലാതെ, പുതിയ 2 പേര് വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. ഇതിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ക്യാരവാനൊക്കെ വരുമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോഴും അദ്ദേഹം ക്യാരവാനത്താണല്ലോ ജീവിക്കുന്നത്, ജനങ്ങളെ കാണുന്നില്ലല്ലോ. ഈ നവകേരള യാത്രയിൽ തന്നെ അദ്ദേഹം ജനങ്ങളുമായിട്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ജനങ്ങളെ 1000 അടി അകലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കണ്ടത്. അതെല്ലാവരും കണ്ട കാര്യമാണ്.